ഹലോ, റിബാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു തക്കാളി താളിച്ചതിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. അപ്പൊ എങ്ങനെയാണ് ഈ തക്കാളി താളിച്ചത് കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇതിന് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കാം. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഒരു 2 തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. നമ്മൾ വേറെ എരിവിന് വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ കൂടെ ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഈ ഒരു പരുവത്തിന് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. അപ്പം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവായിരിക്കും കറിയിൽ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി ഇതിൽ വെള്ളത്തിന് പകരം നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 1 കപ്പോളം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്, വെള്ളം ചേർക്കുന്നതിനും കാട്ടിലും കൂടുതൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടാം. ഈ സമയത്ത് ഇനി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി തക്കാളി താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. ഒപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.